ലോകത്ത് ഇസ്രായേലിനെ പടുത്തുയർത്തി എന്ന് പറയപ്പെടുന്ന ചരിത്രം ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലവർ പറയുന്ന കാര്യം, ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര പെർഫോം ചെയ്യാൻ ഈ യുദ്ധത്തിൽ സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ ആഭ്യന്തര കലാപമായിട്ട് ഈ രാജ്യത്ത് വരാനുള്ള സാധ്യത തള്ളിക്കളയാനും പറ്റുന്നില്ല. ആ സമയത്താണ് നെതന്യാഹുവിനെതിരെ വലിയ രൂപത്തിൽ പ്രക്ഷോഭങ്ങളൊക്കെ അഴിച്ചുവിട്ട ജൂത ലോബികളെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഏതാനും കുറഞ്ഞ ആളുകൾ വെച്ച് ബാക്കിയെല്ലാം ഓരോ ദിവസവും അധ്വാനിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നെതന്യാഹുവിനെയും നെതന്യാഹുവിൻ്റെ സർക്കാരിനെയും താഴെ ഇറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേ അറ്റം പ്രക്ഷോഭങ്ങളൊക്കെ അഴിച്ചുവിടാൻ തുടങ്ങിയത്. ഓരോ തെരുവോരങ്ങളും ഇന്ന് ഇസ്രായേലിൻ്റെത് വളരെ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്തർദേശീയമായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നത് പ്രകാരം പറയുകയാണെങ്കിൽ നെതന്യാഹു കൂടുതൽ പ്രതിരോധത്തിലായതിൻ്റെ പേരിൽ ഉടനെ ഒരു യുദ്ധം പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് സൊമാലിലാൻഡായിട്ടാണോ അല്ല മറ്റേതെങ്കിലും രാജ്യങ്ങളായിട്ടാണോ എന്നതേ അറിയേണ്ടതുള്ളൂ. കാരണം ഈ ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അതേ ഉള്ളൂ. മാത്രമല്ല, ഈ പറയപ്പെട്ട പ്രമാദമായിട്ടുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ നെതന്യാഹുവിൻ്റെ മുമ്പിൽ ഇതല്ലാത്ത മറ്റു മാർഗ്ഗങ്ങളില്ല. കലുഷിതമായിട്ടുള്ള അന്തരീക്ഷമില്ല. അതെപ്പോഴാണോ സ്വസ്ഥമായിട്ട് വരുന്നത് അന്നു മുതൽ നെതന്യാഹുവിന് അസ്വസ്ഥതകൾ വരാൻ തുടങ്ങും. കാരണം ഇത്ര നാളായിട്ട് സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്ന 3 പ്രമാദമായിട്ടുള്ള കേസുകളിൽ വിചാരണ പൂർത്തീകരിച്ച് അതിന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ആ രാജ്യത്തെ സുപ്രീം കോടതിക്ക് സാധിച്ചിട്ടില്ല. അതിനാണ് ഇപ്പോൾ സുപ്രീം കോടതി പോലും ആ ലെവലിലെ കാര്യങ്ങളൊക്കെ നീക്കി തുടങ്ങിയത്. അതിൻ്റെ ഇടയിലാണ് രാജ്യത്തെ പൗരന്മാർ പോലും ഈ സർക്കാർ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയിരിക്കുന്നു. ഒരു നന്മയും ഈ രാജ്യത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇറാനിലേക്ക് പോകുമ്പോൾ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും അത് അവർക്ക് സാധിക്കാനോ അല്ലെങ്കിൽ സാധ്യമാക്കി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള എന്ന് പറയുന്ന എക്കാലത്തെയും ശത്രു എല്ലാ മാസവും എല്ലാ ദിവസവും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ ഭാഷയിൽ അങ്ങനെയാണ്, ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രോക്സികൾ അഥവാ ചെറിയൊരു വിഭാഗത്തെ പോലും ഈ ഇസ്രായേലിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു ഭരണകൂടം ഇവിടെ വേണ്ടതില്ല. പകരം കഴിവുള്ള നല്ല തൻ്റെടമുള്ള ഭരണാധികാരികൾക്ക് ഈ അവകാശങ്ങളൊക്കെ അധികാരങ്ങളൊക്കെ കൈമാറണമെന്നാണ് പറയുന്നത്. കാത്തിരിക്കാം. എങ്ങനെയാണെങ്കിലും ഇസ്രായേൽ പഴയതുപോലെയല്ല, ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലാണ് കടന്നു പോകുന്നത്. അതിലേറ്റവും വലിയ പ്രതിസന്ധി ഭരണസ്തംഭനമാണ്. തൊഴിലില്ലായ്മ, പട്ടിണി, പരവട്ടങ്ങൾ. ഇറാനിൽ വെള്ളമില്ല, റൊട്ടിയില്ല എന്ന് പറഞ്ഞ അതേ രീതിക്ക് ഇസ്രായേൽ ഇപ്പോൾ റൊട്ടിയില്ല, വെള്ളമില്ല, കൂലിയില്ല, വേലയില്ല, ഈ ലെവലിൽ കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇസ്രായേൽ അടപടലം പൊളിഞ്ഞിട്ടുണ്ട്. ലോകത്ത് അതത്ര കണ്ട് ബ്രീഫ് ചെയ്യാത്ത അല്ലെങ്കിൽ അത്ര മീഡിയ അറ്റൻഷൻ അവിടെ കൊടുക്കാത്തത് അവരുടെ ഈ ഒളിഞ്ഞ കാര്യങ്ങളൊക്കെ മറനീക്കി പുറത്തു വരുമല്ലോ എന്ന് കരുതിയിട്ട് മാത്രമായിരിക്കും. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അടിവരട്ട് പറയട്ടെ, ഒരുപാട് ആളുകൾ കൊട്ടിഘോഷിച്ച രാജ്യമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ക്രൂരമായിട്ടുള്ള രാജ്യം. അത് ഇന്നത്തോട് അല്ലെങ്കിൽ ഈ വാർത്തകൾ വരുന്നതോടുകൂടി എല്ലാം തകിടുപൊടിയായിട്ടുണ്ട്, എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം നല്ല വിശേഷമായിട്ട്.